കേരളത്തിന്റെ ഭരണത്തിന് എന്താണ് കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തൊന്നും ആദ്യം ഒന്നും പറഞ്ഞു തന്നാ ഞാൻ കുഴപ്പങ്ങൾ പറഞ്ഞു. കമ്മീഷനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തും സഹിക്കണമെന്നുണ്ടോ? ഈ കഴിഞ്ഞ മഴയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇടപ്പള്ളിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്പീഡ് ബോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഫണ്ടില്ലേ, ഈ നികുതിയൊക്കെ എവിടെ പോകണം? ഒരു രോഗിയായവന് മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ല. കേന്ദ്രത്തിൽ BJP തന്നെ വരുള്ളൂ. ഇവിടെ പിണറായിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ പറയാ കിട്ടിയെന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. ഒന്ന് തിരുവനന്തപുരം കിട്ടും ഉറപ്പാണ്. എന്റെ അഭിപ്രായത്തിൽ ഇല്ലെന്നാ പറയുന്നത്. അക്കൗണ്ട് തുറക്കില്ലെന്ന് പറയുന്നത് അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. ഇപ്പൊ കേരളത്തിൽ എക്സിറ്റ് പോളിന്റെ റിപ്പോർട്ട് വന്നു, അതറിഞ്ഞോ? 3 സീറ്റ് അല്ല 3 സീറ്റ് BJPക്കാ പറഞ്ഞിരിക്കുന്നത്. കിട്ടോ? അതെന്താ ഒരു അങ്ങനെ ഒരു ആക്കി പറയുന്നത്? കിട്ടോ BJPക്കല്ലേ? കേട്ടിട്ടുണ്ട്. കിട്ടില്ല എന്നാണോ? അക്കൗണ്ട് കാരണം ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഒരു രീതി വെച്ച് കിട്ടാൻ സാധ്യത കൂടുതലാണ്. 3 കിട്ടുമെന്ന് സംശയമാണ്. ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രമാണോ കേരളമാണോ? കേരളം അല്ല, കേന്ദ്രത്തിന്റെ ഭരണം മോശമാണെങ്കിൽ ഇപ്പൊ BJP കിട്ടൂലല്ലോ. അതല്ല, അപ്പൊ കേരളത്തിന്റെ ഭരണം കാരണം ജനങ്ങൾ മാറ്റി ചിന്തിക്കും, അത് ഉറപ്പാണ്. അത് കേരളത്തിന്റെ ഭരണത്തിന് എന്താണ് കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തൊന്നും ആദ്യം ഒന്നും പറഞ്ഞു തന്നാ ഞാൻ കുഴപ്പങ്ങൾ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? പിന്നെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തും സഹിക്കണമെന്നുണ്ടോ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇഷ്ടാവാത്ത ഭരണമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഉപകാരം ഇല്ലാത്ത ഒരു ഭരണമായി പോയി. കാരണം എല്ലാത്തിനും വില. അതിപ്പോ കുറ്റം LDFനെ പറയണോ അതോ ഭരിക്കുന്ന ആളെ പറയണോ? ഭരിക്കുന്ന ആൾക്കാരല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ LDFനായിട്ട് അങ്ങനെ പറയാം. കാരണം LDF എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇതിനു മുമ്പും ആൾക്കാരായിട്ട് ഉണ്ടായിട്ടുണ്ട്. നയനാർ ഉണ്ടായിട്ടുണ്ട്, അച്ചുമാമൻ ഉണ്ടായിട്ടുണ്ട്. ഭരണത്തിൽ ഇരിക്കുന്ന ആള് ഒരു ഇത് കാരണമാണ്. കുറെ ആദ്യത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഭരണം അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം വോട്ടിന് 99 സീറ്റിന് ജയിക്കാൻ കാരണം. രണ്ടാമത്തെ ഭരണമാണ് പ്രതീക്ഷിക്കാതെ തന്നെ തിരിഞ്ഞു പോയത്. കാരണം എല്ലാത്തിനും വിലയും കൂടി. വീട്ടിലടിച്ച് മേടിക്കാറുണ്ടോ? ഇന്ന് ഞാൻ മേടിച്ച ഞങ്ങളുടെ അവിടെ 340 ഉണ്ടായ ഇറച്ചി ഇപ്പൊ ഒറ്റയടിക്ക് 400 രൂപ, 60 രൂപയാണ്. അപ്പൊ 60 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ആഴ്ച കൂടുമ്പോൾ 240 രൂപ കൂടി. അപ്പൊ ഒരു ബഡ്ജറ്റ് മാറുവാണ്. പിന്നെ എല്ലാത്തിനും വില കൂടി. അതാണ് ഏറ്റവും വലിയ. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഫണ്ടില്ലേ, ഈ നികുതിയൊക്കെ എവിടെ പോണം? അല്ല, ക്ലിഫ് ഹൗസ് ഒക്കെ പുതുക്കി പണിഞ്ഞല്ലോ. പിന്നെ ലിഫ്റ്റ് ഒക്കെ പിടിപ്പിക്കണ്ടോ? പശുവിന് പാട്ട് കേട്ടിരിക്കാനുള്ള തൊഴുത്ത്, പിന്നെ കണ്ണട, മരപ്പട്ടി ഓടിക്കുക. ബാക്കി സർക്കാർ പാവങ്ങൾക്ക് ഈ പൈസ ഒക്കെ എവിടെ നിന്നായിരിക്കും വരുന്നത്? ഇത് പിന്നെ ഇത് പെൻഷൻ കാശ് കിട്ടണുണ്ടാവല്ലോ. ആർക്കാണെന്ന് ഏകദേശം മനസ്സിലായി. അപ്പൊ ഇപ്പോഴത്തെ ഭരണം ഒട്ടും കൊള്ളൂല എന്നാണ്. ഒട്ടും കൊള്ളൂലെന്നല്ല പറഞ്ഞ. ഈ വിദേശ യാത്ര ഒക്കെ ഉണ്ടായല്ലോ മുഖ്യമന്ത്രിയുടെ. മതിയോ പുള്ളി നാടൊക്കെ കാണണ്ടേ? അപ്പൊ നാട് ഈ കേരളം ആര് നോക്കും? കേരളം കാണാൻ പാടില്ലല്ലോ. അതെന്താ അപ്പൊ ഭരിക്കുന്ന എന്തിനാ? കേരളം കാണാൻ നോക്കരുത്. ഇവിടെ ഈ കഴിഞ്ഞ മഴയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇടപ്പള്ളിയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നോ? ഞാനൊരു സ്പീഡ് ബോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് അത് പോകേണ്ടത്? ഞാൻ കണ്ടായിരുന്നു കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ ആൾക്കാർ സർഫ് ചെയ്യുന്നു. കടലില് നടക്കേണ്ട സംഭവം റോട്ടിലൊക്കെ. അതാണ് വ്യത്യാസം. അതുകൊണ്ടായിരിക്കുമല്ലേ പോകുന്നത്. അമേരിക്കയിൽ നോക്കി പഠിക്കാൻ വേണ്ടി പോയതാണ്. ഇനി ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോ അമേരിക്ക പോലെ. ഇനി 10 കൊല്ലം പിണറായി തന്നെ ഭരിക്കുമെന്നാണോ? ഒരിക്കലും ഇല്ല. 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ ഇത് പഠിച്ചിട്ട് വേണ്ട ഇനി ഇതാവാൻ. പഠിക്കില്ല എന്നാണോ? ഒന്നും പറയാൻ അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ നാട്ടുകാരെ വെറുപ്പിക്കാന്നേ ഉള്ളൂ. കുറെ എണ്ണം വരും. നീ ഈ പാർട്ടിക്കാരനായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞു. ഉള്ളത് ഇപ്പൊ ഇല്ല, മറ്റേ ഉള്ള പോലെ പറയണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. കാരണം എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഇപ്പോഴും ഞാൻ ഈ ബോട്ടിൽ വർക്ക് ചെയ്യണ ഒരു വ്യക്തിയാണ്. 800 രൂപയാണ് തച്ച് കിട്ടണത്. ഈ 800 രൂപക്ക് ഞാൻ വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ വീട്ടിലെ സാധനം മേടിക്കുമ്പോൾ തന്നെ 600 രൂപ തീരും. പിന്നെ പെട്രോളും കൂടെ 130 രൂപ അടിച്ച് തീരുന്നത്. ബാക്കി 70 രൂപയായിട്ടാണ് വീട്ടിൽ പോകേണ്ട അവസ്ഥ മിക്ക ദിവസം. പോലെ ഞാൻ വെള്ളം അടിക്കില്ല, സിഗരറ്റും വലിക്കില്ല. എന്നിട്ടാണ് ആ കാശ് അങ്ങനെ ചിലവാണത്. ഇനിയിപ്പോൾ ആൾക്കാർ പറയും വെള്ളം അടിക്കാനൊക്കെ കാശൊക്കെ പോകണ്ടാവുന്നു. ഞാൻ വെള്ളം അടിക്കില്ല, സിഗരറ്റും വലിക്കില്ല. എന്നിട്ടാണ് ഈ പരാതി കഴിഞ്ഞ പെൻഷൻ ഉണ്ടോ? ഞാൻ എന്തിന് ഞാൻ ഇപ്പൊ വെറുതെ പറയണല്ലോ. പെൻഷൻ ഉണ്ടല്ലോ. കിട്ടിയോ? ആർക്ക്? ഇലക്ഷന് ശേഷം കിട്ടിയോ പെൻഷൻ? ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് 39 വയസ്സായി. 20 കൊല്ലം കൂടെ കഴിഞ്ഞാൽ അതല്ല, വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല മോളെ, ആർക്കും ഇല്ല. പക്ഷെ പെൻഷൻ ഒന്നും കിട്ടുന്നില്ല എന്നാ പറയുന്നത്. പെൻഷൻ ഉണ്ടായിട്ടില്ല, കിട്ടില്ല. ഇനിയിപ്പോ അതും പറഞ്ഞിട്ട്
അപ്പൊ ഇനി ഫ്യൂച്ചറിൽ പെൻഷൻ ഒന്നും നോക്കാൻ പോകുന്നില്ല അതാണോ? ഈ പെൻഷൻ വീട് ഈ പണിയെടുക്കാൻ ഡ്രൈവർമാർക്കൊക്കെ ശമ്പളം ആദ്യം കൊടുക്കട്ടെ. പെൻഷന്റെ കാര്യം പിന്നത്തെ ഒരു കാര്യമാണ്. അത് എത്രയോ ജനങ്ങൾ ഇവിടെ പക്ഷെ ഇലക്ഷൻ എടുക്കുമ്പോ പെൻഷൻ കിട്ടിയായിരുന്നേ 3 മാസത്തെ. അത് അങ്ങനെയാണല്ലോ. അതെന്തായിരിക്കും അങ്ങനെ? ഈ അറക്കാൻ പോണക്ക് മുമ്പ് വെള്ളം കൊടുക്കണ കണ്ടോ? അതെന്തിനാ അങ്ങനെ? അതൊരു നാട്ടുനടപ്പാ. നാട്ടുനടപ്പായതുകൊണ്ട് പെൻഷൻ കൊടുത്തു എന്നാണ്. ഓക്കെ. കേന്ദ്രത്തിലെ ഭരണം എങ്ങനെയുണ്ട്? BJP വരും എന്നാണ് പറയുന്നത്. BJP എനിക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം ഞാൻ മൂത്തൊക്കെ പറയാലോ. അതെന്താണ് ഇഷ്ടമല്ലാത്ത കാരണം? ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം ഇപ്പൊ എനിക്ക് തന്നെ സംശയമാണ്. BJP മോദി ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ അല്ല അമ്പലം സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയത്തിൽ ഞാൻ നിൽക്കട്ടെ. പുള്ളി ജനങ്ങളെ പറ്റി പറയണ ഞാൻ കേട്ടിട്ടില്ല. പുള്ളി എപ്പോഴും അമ്പലം ബീഫിനും പറ്റി ബീഫിനും അങ്ങനല്ല. പക്ഷേ ഈ അയോധ്യ ഒക്കെ നിർമ്മിച്ചതോടെ ടൂറിസ്റ്റുകൾ കൂടി, അങ്ങനെ ഇൻകം കൂടുന്നുണ്ട്, ഇക്കോണമിയിൽ വളർച്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഉറപ്പാണോ? അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ എക്കണോമി ഒന്ന് നോക്കിയേ. അതാ ഞാൻ പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്. ആർക്കാണ് ഈ കാശ് കിട്ടണത്? കിട്ടുന്നുണ്ടാവോ? ജനങ്ങളുടെ അഭിപ്രായമല്ലേ ഞങ്ങൾക്ക് വേണ്ടേ? അല്ലേ അപ്പോഴും ഈ ജനങ്ങളുടെ കാശാണല്ലോ അങ്ങോട്ട് പോണത്. അപ്പൊ ഇതാണ് ഇൻകം. നമ്മുടെ കാശ് തന്നെ നമ്മളോട് പിഴിഞ്ഞു മേടിച്ചിട്ട് അതൊരു ഇൻകം ആണോ? ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുതിയ റിസോഴ്സ് പണിതിട്ട് അതിൽ നിന്ന് കിട്ടണ വരുമാനമാണ് ഇൻകം എന്ന് പറയണത്. അല്ല ഞാൻ എൻ്റെ കാശ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് ഇൻകം ഉണ്ടെന്ന് അതിലെന്ത് ന്യായം? ഞാനിപ്പോൾ ഒരു മരം വെച്ച് കുറച്ച് ആപ്പിളും ഉണ്ടാക്കി ആപ്പിൾ വിറ്റ് കഴിഞ്ഞാൽ ലാഭം കിട്ടണതാണ് എൻ്റെ ഇൻകം. അത് വെച്ചാണ് ഞാൻ എൻ്റെ കുടുംബം. അതിനാണ് ഇൻകം എന്ന് പറയുക. ഞാൻ എൻ്റെ അമ്മനെ പിഴിഞ്ഞ് മേടിക്കണ അത് ഇൻകമാണോ? അത് ഇൻകമല്ല. അത് ഇൻകം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതിന്. ഓക്കെ, ആൾക്കാർ പോകുന്നുണ്ട് ടൂറിസം ഏരിയ ആക്കി. ഓക്കെ, എന്തൊരു ടൂറിസം ഏരിയയാണ് ഈ മറൈൻ ഡ്രൈവ്. ഞാൻ 10-18 കൊല്ലം ഇവിടെ വർക്ക് ചെയ്യണം. എന്ത് ടൂറിസം എന്ന് പറയണത്? ഒരു എന്താ പറയുക, ജനങ്ങൾക്ക് ആസ്വദിക്കണം വിട്. ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്ന സ്ഥലമാണിത്. മോള് ഇവിടെ എത്ര നേരം? ഇപ്പോൾ കുറച്ച് സമയമായി. രാവിലെ വന്നതാ. എപ്പോൾ പോവും? ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ പോകാൻ പറ്റുമോ? എന്നാലും ഒരു വൈകുന്നേരം ആവുമോ? അല്ല, ഇപ്പൊ ഒരു ഉച്ച. നമ്മളെ മനുഷ്യന്മാരാണ്. നമുക്ക് ഈ ബാത്റൂമിൽ പോണ ഒരു അത്യാവശ്യ ഘട്ടം ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ടോ? അതാണ് പറയാനുള്ളത്. ഇതാണ് ടൂറിസം ഇവിടുത്തെ. കേരള ടൂറിസം ഒന്നിനും കൊള്ളൂലെന്നാ ഞാൻ സത്യം പറയാലോ. റിയാസൊക്കെ ടൂറിസം മന്ത്രിയൊക്കെ വന്നപ്പോൾ കുറെ പ്രതീക്ഷിച്ചു. ചെറുപ്പക്കാരനാണ്, നല്ലത് ചെയ്യും എന്നൊക്കെ. അതും പോയി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ GCDയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് സാർ ഒരു പദ്ധതി ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. മാസങ്ങളായി, വർഷം കണ്ടു പോയിട്ടുണ്ട്. ഇതൊരു തുറന്നിട്ടില്ല. ആർക്ക് വേണ്ടിയാണ് പണിത് വെച്ചാൽ എന്തിനു വേണ്ടിയാണ് പണിത് വെച്ചാൽ ഇത് ആർക്ക് വേണ്ടിയാണ് പണിത് വെച്ചാൽ എന്തിനാണെന്ന് ആർക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി. മറ്റേ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണല്ലോ ഈ കഴിഞ്ഞ വർഷം പെൻഷൻ കൊടുത്തത്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആര് വരണം എന്നാണ്? കേന്ദ്ര ആയാലും കേരള ആയാലും ആര് വരണം എന്നാണ്? ഞാനിപ്പോൾ നോക്കിയിട്ട് 2020 പാർട്ടിയോ അല്ലെ AAPയോ അങ്ങനത്തെ കുറച്ച്. AAP പറയുമ്പോഴാണ് കേജ്രിവാളിനെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തതാ. ആരാ അറസ്റ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യിപ്പിച്ചത്? അത് മോദിക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരെയും വിട്ടിട്ടുണ്ട്. പുള്ളിയുടെ കസ്റ്റഡിയിലാണ് ഈ പറഞ്ഞ. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി വരണം എന്നാണോ? അതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരു പാർട്ടിക്ക് തന്നെ എപ്പോഴും കൊടുത്താണല്ലോ, ശരിയാവില്ല. കേരളം മാറി ഭരിക്കാൻ നല്ലതാണ്. കാരണം ഇപ്പോൾ അടുത്ത പ്രാവശ്യം കോൺഗ്രസ് തൊട്ട്, അത് കഴിഞ്ഞിട്ട് LDF. അപ്പോൾ ഇതിപ്പോൾ ഇവർക്ക് മനസ്സിലായി നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായപ്പോഴാണ്. ആദ്യത്തെ ഭരണം കണ്ടായിരുന്നു 2018 ആ സമയത്തൊക്കെ എന്തോരം നല്ല കാര്യം ചെയ്തു എല്ലാവരും. അതുകൊണ്ടാണല്ലോ ഈ. പക്ഷെ ഈ ഒരു വ്യക്തി ഭരിക്കുമ്പോ ആ പാർട്ടീനെ അല്ല, പാർട്ടീനെ പോലും ബാധിക്കില്ല. അത് ഒരു വ്യക്തി കാരണം, ആ വ്യക്തിയുടെ ഭരണം കാരണം പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുവാണെങ്കിൽ അപ്പൊ പാർട്ടീനെ ബാധിക്കൂലേ? അത് ബാധിക്കും. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ആ വീട്ടിലെ ആള് എന്ന് പറയുള്ളൂ, അല്ലാതെ മോളുടെ അച്ഛൻ എന്ന് ഒരിക്കലും പറയില്ല. അന്ന് ആ വീട്ടിലെ ആള്, അതെ, അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പൊ ഈ ഭരണം കാരണം ഫുൾ പാർട്ടിക്ക് തന്നെ ചീത്തപ്പേരായി. തീർച്ചയായും ഇല്ലെന്ന് ഞാൻ പറയില്ലല്ലോ. കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടാവും, പക്ഷെ നമുക്ക് കേൾക്കണില്ല. ഇപ്പൊ അതല്ലെങ്കിലും ചീത്ത കാര്യമല്ലേ നമ്മൾ ആദ്യം കേൾക്കുള്ളൂ.
പിന്നെ ഇപ്പോൾ ഈ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ എല്ലാവരും അറിയേണ്ടതെന്നുള്ളൂ. ആൾക്കാരത് മാറ്റി ചിന്തിച്ചാൽ ഞാൻ കുറച്ച് നല്ലതായിരിക്കും. കാരണം ആൾക്കാർ മാറ്റി ചിന്തിക്കാൻ തയ്യാറാവോ? ആവണം. ഇപ്പോഴത്തെ യൂത്ത് വിചാരിച്ചാൽ നടക്കും ഇതൊക്കെ. യൂത്ത് തന്നെ ഈ പൊളിറ്റിക്സിലൊന്നും കേറുന്നില്ലല്ലോ. എത്ര പേര് അപ്പൊ ഈ എന്താ യൂണിവേഴ്സിറ്റീസിലും കോളേജിലും ഒക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ 3 സീറ്റിന് BJP ജയിക്കുമെന്ന്. അങ്ങനെ ജയിച്ചാൽ ഒരു സീറ്റിന് ജയിച്ചാലും നിങ്ങൾ വിചാരിച്ചാൽ മതി ആൾക്കാർ മാറ്റി ചിന്തിച്ചെന്ന് അല്ലേ? ഒരു സീറ്റിന് ജയിച്ചാൽ മതി. പോട്ടെ, ഇപ്പോൾ 2020 നിന്നുണ്ട്, ഒരു 1000 വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1000 ആൾക്കാർ മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റയടിക്കാരും മാറ്റി ചിന്തിക്കില്ല, അത് ഘട്ടം ഘട്ടം. പിന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് ചോരത്തലപ്പിലുള്ള സാധനം, പെട്ടെന്ന് പോകില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ വോട്ട് പറയണ പോലെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടെങ്കിലും എൻ്റെ വോട്ട് പോണതൊക്കെ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. സംഭവം ഇഷ്ടമായില്ലെങ്കിലും വോട്ട് പോകാം. കാരണം നമുക്ക് ചോരത്തലപ്പിലുള്ളതാണ്, അത് ചോരയിൽ കിട്ടിയ സാധനമാണ്, അത് അങ്ങനെ പോകുള്ളൂ. ഈ കോളേജുകളിലും യൂണിവേഴ്സിറ്റീസിലും ഒക്കെ ഈ രാഷ്ട്രീയം വരുന്നുണ്ടല്ലോ, അത് ആദ്യം നിർത്തണം. എന്തിനാണ് പൊളിറ്റിക്സ്? ഇത് അവർ പഠിക്കാൻ പോകണ പഠിച്ചാൽ പോലെ ഈ പൊളിറ്റിക്സ്. നിങ്ങൾ കോളേജിൽ പഠിക്കുകയാണോ? കഴിഞ്ഞു. ഏത് കോളേജിലായിരുന്നു? ആണ്. അവിടെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നോ? സുഖമായിട്ട് പോയില്ലേ? ഏത് കോളേജിലായിരുന്നു? ഞാൻ മുംബൈയിലാ, MIT യൂണിവേഴ്സിറ്റി. മുംബൈയിലെവിടാ? പൻവേൽ. അപ്പോൾ ജനിച്ചു വളർന്നൊക്കെ അവിടെയാണോ? എത്ര കൊല്ലം ഉണ്ടായിരുന്നു? ഞാനിപ്പോ 22 വയസ്സ്, 22 കൊല്ലം അവിടെ തന്നെയായിരുന്നു. ഞാൻ എൽഫിൻസ്റ്റൺ കോളേജിലാണ് പഠിച്ചത്. എവിടെ? എൽഫിൻസ്റ്റൺ കോളേജ്. ഞാൻ ബോണംപോട്ട മുംബൈ. ആഹാ. എന്നിട്ടാണോ ഇവിടെ കേരളത്തിൽ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മോൾ എന്താ ഇവിടെ വന്നെങ്കിൽ മൈക്കും പിടിച്ചിട്ട്? അവിടെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നടക്കൂലല്ലോ. ഈ സാധനം പിടിക്കുന്ന എക്സ്പീരിയൻസ് വേണോ? എന്ത് എക്സ്പീരിയൻസ്? പിന്നല്ലാണ്ട് സംസാരിക്കാൻ കഴിവ് വേണം, എല്ലാത്തിനെയും കുറിച്ച് അറിയണം. ഇപ്പൊ മോള് സംസാരിക്കണ്ടോ? ഇതന്നെ അവിടെ ചെയ്താ പോരായിരുന്നോ? അത് ചെയ്താ മതി, പക്ഷെ ആരും 22 കൊല്ലം. ഇപ്പൊ അതാണ് പ്രശ്നം. അതല്ലേ ചോദിക്കട്ടെ, അതുപോലെ കൂടി ഇപ്പൊ യങ്സ്റ്റേഴ്സിനൊന്നും ഫ്രഷേഴ്സ് ആയാലും ഈ പഠിച്ചിറങ്ങിയവർക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഇക്കോണമി വളരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ജോലി എന്താ കിട്ടാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ പറയാം അത് അതന്നെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ചർച്ച ഞങ്ങൾ ചെയ്തോളൂ. ഇവിടെ ഒരാള് എൻ്റെ ഒരു കസിന് ജോലി അന്വേഷിച്ച് പോയിട്ട് തിരിച്ചു വന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന. എന്താണ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, സിവിൽ എഞ്ചിനീയറാണ്. ഇത് ജോലി കിട്ടിയാലല്ലേ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അതാ, അല്ല വീട്ടിൽ ചട്ടി മണ്ണെടുത്തിട്ട് എക്സ്പീരിയൻസ് ആവോ? അത് എടുത്ത എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിലും ഒരു 5 വർഷം മിനിമം 5 വർഷമാണ് എക്സ്പീരിയൻസ് പറയുന്നത്. ഇത് ആരെങ്കിലും ജോലി എന്താ പറയുക സ്റ്റൈഫൻഡ് ആയിട്ട് വേണ്ട, ഒരു ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഇത് കിട്ടണില്ല. പിന്നെ എന്ത് വളർച്ച ഉണ്ടെന്ന് പറയണത് നിങ്ങളിവിടെ? അതാ ചോദിക്കുന്നത്. അപ്പൊ ഈ ഇക്കണോമി വളരുന്നു എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാത്ത ഞാൻ ഇല്ലാന്ന് പറയുള്ളൂ. ഇല്ല, എന്തിനാണ് ഈ മൈഗ്രേറ്റ് ചെയ്യണ ആൾക്കാര്? ജോലി ഇല്ലാത്ത കാരണമാണ് ഈ മൈഗ്രേറ്റ് ചെയ്യണ പിള്ളേർ. ഇപ്പോഴത്തെ യൂത്ത് ഒരു 80% മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ പഠിക്കുന്ന പിള്ളേരൊക്കെ എന്താണ് മെയിനായിട്ട് IELTS എടുത്ത് UK പോകാനും മറ്റേ ഇപ്പൊ ജർമ്മനി പോകാനും. എൻ്റെ മിക്ക ഫ്രണ്ട്സ് പോയിട്ടുണ്ട്. എല്ലാം പോയിട്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ ജോലിയില്ല. ജോലി ഉണ്ട് തന്നെ, അതിനുള്ള സാലറി ഇല്ല. ഇനി അതുപോലെ സാലറി കിട്ടിയാൽ അതിന്റെ 3/4 ഭാഗം ഇവിടെ ചെലവായി പോവാണ്. ഒരു അല്ലേ? സത്യല്ലേ? ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറയാലോ, ഞാൻ ഇത്ര കൊല്ലം ഇവിടെ ജോലി ചെയ്ത ഇന്ന് എൻ്റെ ബാങ്ക് ബാലൻസ് എന്താണ്? പൊട്ട പൂജ്യമാണ്. പിള്ളേർക്ക് സ്കൂൾ തുടങ്ങി 17,000 രൂപയായി. ഒരു സാധനങ്ങളുടെ വിലയാണ്. മോനൊക്കെ കല്യാണം കഴിഞ്ഞത് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചു നോക്ക്, അപ്പൊ അറിയാം ഈ മൈക്കും മൊബൈലൊക്കെ വലിച്ചെറിയും മോൻ. കാരണം ഈ വരുമാനം ഒന്നും മതിയാവൂല നിങ്ങൾക്ക്. ഈ വരുമാനം ഒന്നും മതിയാവൂല. കാരണം അങ്ങനെയാണ് ഈ റേറ്റ് കുതിച്ചു പോണത്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ പള്ളിപ്പുറത്ത് താമസിക്കണേ. ഞാൻ പറഞ്ഞില്ലേ 800 രൂപ മാക്സിമം ഓട്ടി കിട്ടിയ 1000 രൂപ കിട്ടും. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഡെയിലി പോയി വേണം 230 രൂപയുടെ പെട്രോൾ വേണം. അപ്പൊ എന്താണ്? ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. BJPക്ക് 3 സീറ്റ് കേരളത്തിൽ കിട്ടും എന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? പറയാൻ പറ്റൂല. ഇപ്പോൾ UDFനാണ് ഇത്. BJP കിട്ടണമെങ്കിൽ തൃശ്ശൂര് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പിന്നെ വേറെ ഏതൊക്കെയായിരിക്കും? വേറെ ഒന്നും തിരുവനന്തപുരം ഒന്നും പറ്റൂല. ആലപ്പുഴ
ഇല്ല ആലപ്പുഴ ഇയാളായിരിക്കുള്ളൂ KC വേണുഗോപാലായിരിക്കും. അത് ഉറപ്പാണ്. അതെന്താ LDF സാധ്യതയില്ലേ ആലപ്പുഴയിൽ? LDFന്റെ ഭരണത്തിന്റെ ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് LDF ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല എന്നാണ്. കിട്ടും ചിലപ്പോ 2 സീറ്റ്. പക്ഷെ ഈ സാധ്യത ഇല്ലാത്തതിന്റെ കാരണം ഈ ഭരണമായിട്ട് വരുമോ? ഭരണമായിട്ട് തീർച്ചയായിട്ടും ഭരണം. അതെന്താണ് ഭരണത്തിന് അത്ര? ഭരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും റോഡിൻ്റെ മോശം, മറ്റുള്ള ഈ വിലക്കയറ്റം ഇതൊക്കെ ബാധിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് എല്ലാത്തിലും. ഈ പെൻഷനൊക്കെ ക്ഷേമ പെൻഷൻ ഇല്ലാത്ത ആളുകൾക്ക് പോലും ക്ഷേമ പെൻഷൻ ഇല്ല. ഒരു നേരത്തെ കഞ്ഞി വെച്ച് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആളുകളുണ്ട്. അതെല്ലാം രോഗികളായവർ. ഇപ്പൊ ഇലക്ഷൻ എടുക്കുമ്പോൾ 3 മാസത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പെൻഷൻ. ഇപ്പോഴും 5 മാസം കൊടുക്കാനുണ്ടല്ലോ. അത് കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടിയിട്ടില്ല. 6 മാസത്തിലോ ഇപ്പൊ 1 മാസത്തെ കൊടുത്തണമെന്ന് പറയുന്നത്. ഇതൊക്കെയാണോ ഇപ്പൊ ഇലക്ഷന് ബാധിക്കുന്ന കാര്യം? ഇതൊക്കെ തന്നെയല്ലേ ബാധിക്കണം. സാധാരണക്കാരന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. അതുകൊണ്ട് സാധാരണക്കാർ മാറ്റി ചിന്തിക്കുകയാണ്. അവര് മാറ്റി ചിന്തിക്കും. ഒരു രോഗിയായവന് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. ഒരുപാട് ഇതൊക്കെ പറയാനുണ്ട്. പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാലോ, അത് പണിയാ. അവർക്ക് മന്ത്രിമാർക്ക് ശമ്പളം മുടക്കണില്ല. ആ ദിവസത്തിന് മുമ്പ് അവരുടെ ശമ്പളമൊക്കെ കറക്റ്റായിട്ട് അവരുടെ പോക്കറ്റിൽ വിടാനുണ്ട്. ഈ സാധാരണക്കാർക്കല്ലേ പണിയില്ലാത്തത്. തൊഴിലെടുത്തും പണിയില്ല. ഇപ്പോൾ KSRTC ഡ്രൈവർമാരും അവരൊക്കെ 90% ഉണ്ടല്ലോ ഡിവേഴ്സിലേക്കാണ്. അതറിയാമോ? പെണ്ണുങ്ങൾ ഇവനെ കൂടി ചോദിച്ചിട്ട് കാര്യമില്ല. പിള്ളേരെ വളർത്താൻ നിവൃത്തിയില്ല. കുടുംബം നോക്കണ്ടേ? അപ്പോൾ ഇവനെ കൂടി ചോദിച്ചിട്ട് എന്തിനാ കാര്യം? ഗവൺമെൻറ് ജോലിയാണെന്ന് പറഞ്ഞാൽ നാട്ടു വല്ല കാര്യമുണ്ടോ? എന്താ വണ്ടിയിൽ പിരിവിട്ടണില്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാൻ നാട്ടുകാരുടെ പൈസ, നാട്ടുകാരെ തന്നെ പിഴയാണ്. GST IST എന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെ തന്നെ പിഴയാണ്. അവർക്ക് സുഖമായിട്ട് ചോദിക്കാം, സാധാരണക്കാരന് ചോദിക്കാൻ നിവൃത്തിയില്ല. രോഗികളായ ആളുകൾ എന്തോരം കഷ്ടപ്പെടാണ്. ഇപ്പോൾ ഈ വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ പോയി 2 കാൽച്ചായ ആയിരിക്കും കുടിക്കുക, അല്ല ഓരോ കടി. ഇത് പെൻഷൻ കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മേടിക്കുന്നത്. അങ്ങാട് പോലും ചെല്ലാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ്. കടക്കാർക്കും ഒരു 10 രൂപ ആകുമ്പോൾ കൊണ്ടും ഒരു 50 രൂപ വെച്ച് കൂട്ടിയാൽ മതി ഒരു ദിവസം. 10 ദിവസം ആകുമ്പോൾ എത്രയായി? 500 രൂപ. ഒരു 10 രൂപ ആകുമ്പോൾ കൊണ്ട് ആ കടക്കാരൻ കട പൂട്ടാതെ നിവൃത്തിയില്ല. അവനിത് റോൾ ചെയ്യാണ്ട് അവൻ്റെ കാശ് വേണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൾ മാറി ചിന്തിക്കും. കേന്ദ്രത്തിൽ BJP തന്നെ ആയിരിക്കും വരിക എന്നാണ്. കേന്ദ്രത്തിൽ BJP തന്നെ വരുള്ളൂ. ഉറപ്പാണ്. അത് ഉറപ്പാണ്. കേന്ദ്രത്തിലെ ഭരണം എങ്ങനെയുണ്ട്? കേന്ദ്രത്തിലെ ഭരണമല്ല തെറ്റില്ലാത്ത രൂപത്തിലൂടെ പോകണ്ട. അത് തന്നെയല്ല കോൺഗ്രസ് വന്നിട്ട് കാര്യമില്ല. അവിടെ കടിപിടുത്തവർക്കുള്ളൂ. പിന്നെയും പൊതുജനങ്ങളുടെ പട്ടിലേക്ക് വരുള്ളൂ. അവർ ഇട്ടറിഞ്ഞിട്ടുണ്ട് പോകും. പിന്നെ ഒരു ഇലക്ഷൻ വരും. അതിനും ജനങ്ങളെ പിഴിഞ്ഞിട്ടാണ് കാശ് കിട്ടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലോട്ട് കാശ് ഫണ്ടൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവരൊക്കെ പലതും പറയുന്നുണ്ട്. അപ്പോൾ BJPയുടെ ആളുകൾ തന്നെ പറയണത് അവിടെ നിന്നൊന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞിട്ട് അവരായിട്ട് ഇവർക്ക് ഒന്നും സംസാരിക്കണില്ല. ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. ഇവിടെ പിണറായിക്ക് ഒരു സീറ്റ് കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 20 സീറ്റിൽ 19 കോൺഗ്രസ്സാണ് പിടിച്ചത്. ഒരെണ്ണം മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടുള്ളൂ. അതും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ BJPക്ക് കിട്ടും. ഈ പ്രാവശ്യം അക്കൗണ്ട് തുറക്കും. എന്തായാലും BJP തുറക്കും, തീർച്ചയായിട്ടും തുറക്കും. ഉറപ്പാണ്. അപ്പൊ LDFന് സാധ്യത ഇല്ല. LDFന് സാധ്യതയില്ല. ഉറപ്പാണ്. അത് ഒരു സീറ്റ് പോലും കിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കിട്ടിയതാണ്. അതും കിട്ടൂല ഈ പ്രാവശ്യം LDFന്. ഉറപ്പാണ്. അക്കൗണ്ട് തുറക്കുമോ? ഉറപ്പാണ്. പക്ഷെ 3 സാധ്യത പറയുന്നുണ്ട്, തൃശ്ശൂരിലും ട്രിവാൻഡ്രത്തും ഒക്കെ ആയിട്ട്. അത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? സത്യം തോന്നുന്നില്ല. ഇല്ല. LDFന് സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്, ഒരു സീറ്റ് പോലും. അതെന്തായിരിക്കും കാരണം? ഭരണത്തിന്റെ വന്നിരിക്കല്ലേ. അപ്പൊ ഇപ്പൊ കേരളത്തിൽ 3 സീറ്റ് BJPക്ക് ഉറപ്പാണെന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? ഒന്ന് തിരുവനന്തപുരം കിട്ടും, ഉറപ്പാണ്. പക്ഷെ തിരുവനന്തപുരത്ത് കട്ടയ്ക്ക് മത്സരത്തിന് ശശി തരൂരല്ലേ സാധ്യതയുണ്ടോ? പിന്നില്ലേ, മൂന്നാമതും ഭരണം കിട്ടുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും അത് കേന്ദ്രത്തിന് ആവശ്യമായിട്ടൊരു സീറ്റാണ് വിഴിഞ്ഞം പോർട്ടുള്ളത്. പിന്നെ വേറെ ഏതൊക്കെ ആയിരിക്കും? വേറെ ഒന്നും കിട്ടാൻ സാധ്യത കുറവ്. പിന്നെ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ്റെ നല്ലൊരു വർക്കായിരുന്നു. ചാൻസ് ഉണ്ടോ ആലപ്പുഴയിൽ? ആലപ്പുഴ ചാൻസ് ഇല്ല എങ്കിലും രണ്ടാമത് വരും. അപ്പൊ തൃശ്ശൂരോ? തൃശ്ശൂർ രണ്ടാമത് വരും. അല്ലാണ്ട് ഫസ്റ്റ് വരാൻ ചാൻസ് കുറവാണ്. അപ്പൊ പിന്നെ ഈ 3 സീറ്റ് ആർക്കായിരിക്കും? 3 സീറ്റ് കിട്ടാൻ സാധ്യത ഒരെണ്ണം ട്രിവാൻഡ്രം ആണെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് വേറെ. ബാക്കിയൊന്നും കിട്ടൂല. ഉറപ്പാണ്. ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ഒരു സീറ്റ് മാത്രമേ. ബാക്കി 2 സ്ഥലത്തും അക്കൗണ്ട് തുറക്കും കേരളത്തില്. അക്കൗണ്ട് തുറക്കും. ഉറപ്പാണ്. 100%.
LDF-ന് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. LDF-ന് തൃശ്ശൂർ കിട്ടും. തൃശ്ശൂർ കിട്ടും. അതെന്താണ്? സുനിൽകുമാർ ആയതുകൊണ്ടാണോ? സുനിൽകുമാർ ആയതുകൊണ്ട് അല്ലാതെ കോൺഗ്രസിന്റെ വോട്ട് സുനിൽകുമാർ കിട്ടും. ഉറപ്പാണ്. പിന്നെ അതിലെ മുരളീധരൻ കിട്ടും അവിടെ. അപ്പൊ മുരളീധരനോ? മുരളീധരൻ മൂന്നാമത് വരില്ല. മൂന്നാമതായി പോകുന്നു. കാരണം ഈ പത്മജ പാർട്ടി മാറിയതുകൊണ്ടാണ്. അതുകൊണ്ടല്ല, അവിടുത്തെ സ്ഥാനാർത്ഥിനെ മാറ്റിയിട്ട് മുരളീധരനെ കൊണ്ടുവന്നേക്കല്ലേ. അത് കാരണം മാത്രമായിരിക്കും. അല്ലാണ്ട് ഈ പത്മജ പാർട്ടി മാറിയതിനൊന്നും പത്മജായിട്ടൊരു ബന്ധമൊന്നുമില്ല ഇവിടെ. പത്മജ ഒന്നുമില്ല. സുരേഷ് ഗോപിക്കാണ് ചാൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഉറപ്പായിട്ടും അവിടെ LDF വരും. LDF-ന്റെ ഈ എന്താ സീറ്റുകൾ കുറയാൻ കാരണമാകുന്നത് ഈ അതെപ്പോഴും ഭരണപക്ഷത്തേക്കുമ്പോൾ എപ്പോഴും സീറ്റ് കുറയുള്ളൂ. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു സാധ്യത. പാർലമെന്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും രണ്ടും രണ്ടാണ്. അല്ല, പക്ഷെ ഈ അതിന്റെ അല്ല, നമ്മളിപ്പോൾ BJP വരുമെന്നൊക്കെ പറയണ്ടല്ലോ. എന്തടിസ്ഥാനത്തിൽ BJP വരും? ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റ് തുറച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് BJP വരുന്നത്? കേന്ദ്രത്തിൽ ഭരണ അദാനികൾക്കല്ലേ ഇവിടുത്തെ എല്ലാ സ്ഥാനങ്ങളും വെച്ച് കൊടുത്തേക്കണത്. എക്സിറ്റ് പോൾ റിപ്പോർട്ടിൽ BJPക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലെന്നാണ് പറയണത്. അക്കൗണ്ട് തുറക്കില്ലെന്ന് പറയണത്. LDF-ന് 8 സീറ്റ്, ബാക്കി 12 സീറ്റ്. കാരണം ഈ കേരള ജനങ്ങൾ വെറും UDF-ഉം LDF-ഉം ആ മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണോ? അതുകൊണ്ട് ഉറപ്പാണ്. ജനങ്ങൾ മാറ്റി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അതുകൊണ്ട് എന്തിട്ടാണ് ഇവിടെ ഗുണമുള്ളതെന്ന് പറയാം. BJP വന്നിട്ട് സാധാരണക്കാരൻ എന്താ ഗുണമുള്ളത്? പക്ഷെ കേന്ദ്രം ഭരിക്കുന്നത് BJP അല്ലേ. പിന്നെ ഇവിടെ BJP വന്നാൽ ഗുണം ഉണ്ടാവില്ല എന്നാണ്. അല്ല, മറ്റുള്ള സ്റ്റേറ്റിൽ എന്താ ഗുണമുള്ളത്? കേന്ദ്രം ഭരിച്ചിട്ട് എന്താ BJP കേന്ദ്രം ഭരിച്ചിട്ടും ഗുണം ഉണ്ടായിട്ടില്ല. എന്താ ഗുണമെന്ന് പറ, നിങ്ങളല്ലേ അഭിപ്രായം പറയേണ്ടത്, ഞങ്ങളല്ലല്ലോ. ഇവിടെ അതല്ലേ, ഓരോ സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. GST സമ്പ്രദായത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം സ്റ്റേറ്റിന് കൊടുക്കുന്നില്ല. ഒന്നത്. പിന്നെ മറ്റുള്ള ക്ഷേമ പെൻഷനുകളായാലും അവർക്ക് കൊടുക്കേണ്ട വിഹിതങ്ങൾ കൊടുക്കണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന വിഹിതങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് സ്റ്റേറ്റുകളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര പിന്നോക്കം പോവുകയാണ്. പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാലൊക്കെ നടന്നല്ലോ. മോദിക്ക് ചിലവാക്കുന്ന കാശുകൾ കോടിക്കണക്കിന് രൂപയാണ്. ഈ വാരണാസിയിലായാലും ഈ പറഞ്ഞ കന്യാകുമാരിയിലൊക്കെ പോണേക്കാളും ചിലവ് കേന്ദ്ര ഗവൺമെന്റിനാണ്. അതായത് മനസ്സിലായില്ല. അപ്പൊ ഈ പിണറായി വിജയൻ എന്താ വിദേശയാത്രയ്ക്ക് പോയത്? വിദേശത്ത് അവർ സ്വന്തം കാശ് കൊടുത്തല്ല പോയത്. ഉറപ്പാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ, താങ്ക് യു.